നമ്മൾ കൊച്ചിലെ മുതൽ കേൾക്കുന്ന കാര്യമാണ് ശാസ്ത്രത്തിന് ഇതുവരെ സയനൈഡിൻ്റെ ടേസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പണ്ടെങ്ങാണ്ടോ ഏതോ ഒരു ശാസ്ത്രജ്ഞൻ ഒരു സയനൈഡ് ഒരു കയ്യിലും അതുപോലെ വലത് കയ്യിൽ പേനയും പിടിച്ചിട്ട് ഒരു പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അദ്ദേഹം സയനൈഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ എസ് എന്ന് മാത്രം എഴുതിയിട്ട് മരിച്ചുപോയി. അപ്പോൾ ഇംഗ്ലീഷിൽ എസ് എന്ന് തുടങ്ങുന്ന പലതരം ടേസ്റ്റുകളുണ്ട്. സ്വീറ്റ് ആവാം, സോൾട്ടി ആവാം, അല്ലെങ്കിൽ സവർ ആവാം, ഇങ്ങനെയുള്ള പല ടേസ്റ്റുകളുണ്ട്. ഇതിലേതാണെന്ന് എന്നിട്ടും അറിയാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പിടഞ്ഞു വീണ് മരിച്ചുപോയി എന്നുള്ളൊരു കഥ നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ളതാണ്. ഞാൻ എന്തായാലും കേട്ടിട്ടുണ്ട്, നിങ്ങളും തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ആരെങ്കിലും പോയ്സൺ ചെയ്യണം എന്ന് ആലോചിക്കുന്ന ഒരു കൊലപാതകയാണെങ്കിലോ അതോ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിലോ ആദ്യം മനസ്സിലേക്ക് വരുന്ന വിഷങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സയനൈഡ് എന്ന് പറയുന്നത്. മറ്റ് വിഷയങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ആഴ്സനിക്കിനെ പറ്റിയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അത് പാഷാണം എന്ന് പറയുന്ന മറ്റൊരു പോയ്സണാണ്. അല്ലെങ്കിൽ സ്ട്രൈച്ചിനിൻ എന്ന് പറയുന്ന കാഞ്ഞിര വിഷം എന്ന് പറയുന്ന മറ്റൊരു വിഷം. ഇത് മൂന്നുമാണ് നമ്മൾ വലിയ ടോക്സിൻസ് ആയിട്ട് അല്ലെങ്കിൽ വലിയ വിഷങ്ങളായിട്ട് കാണുന്നത്. കൂടത്തായ കേസിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന ഒരു കാര്യം, വളരെ കാലം ആഹാരത്തിൽ സയനൈഡ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ കണ്ട കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സയനൈഡിൻ്റെ ടേസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ഇത് ടോക്സിക്കായി മാറുന്നത്, ശരീരത്തിൽ കടക്കുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത്, എത്ര സമയം കൊണ്ട് ഒരാൾ മരിക്കും, എത്ര ഡോസ് കഴിച്ചാൽ മരിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ലൂസിയിലേക്ക്. സയനൈഡിനെ കുറിച്ച് നമ്മൾ എപ്പോൾ സംസാരിക്കുമ്പോഴും അതിൻ്റെ ടോക്സിസിറ്റിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം വിഷമുള്ള ഒരു വസ്തുവാണ് സയനൈഡ് എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കാർബണും നൈട്രജനും ഉള്ള ബോണ്ടുള്ള ഏതൊരു സാധനത്തിനെയും നമ്മൾ പറയുന്നത് ഒരു അംബ്രല്ല ടേമാണ് സയനൈഡ് എന്ന് പറയുന്നത്. ഈ സയനൈഡ് ആയിരക്കണക്കിന് കോമ്പൗണ്ടുകളുണ്ടെങ്കിലും ഈ CN- എന്ന് പറയുന്ന അയോൺ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം കെമിക്കലുകളെയാണ് നമ്മൾ ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് കരുതുന്നത്. ഉദാഹരണത്തിന് പൊട്ടാസ്യം സയനൈഡ് അല്ലെങ്കിൽ സോഡിയം സയനൈഡ്, ഇനി മണപ്പിക്കാനാണെങ്കിൽ ഹൈഡ്രജൻ സയനൈഡ് അല്ലെങ്കിൽ സയനോജൻ ക്ലോറൈഡ് തുടങ്ങിയ ചില കോമ്പൗണ്ടുകളാണ് ഈ CN- എന്ന് പറയുന്ന അയോണിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ളതും ഈ സാധനമാണ് ശരിക്കും ടോക്സിക് ആയിട്ട് മാറുന്നത്. ഇനി ഇതെങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ സയനൈഡ് ഇപ്പോൾ കുത്തിവയ്ക്കുന്നത് തൽക്കാലം മാറ്റി വയ്ക്കാം. നമുക്ക് രണ്ട് രീതിയിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഒന്ന്, ഇൻഹെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വാതക രൂപത്തിൽ നമ്മൾ ശ്വസിക്കുമ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ സയനൈഡിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാകുന്നത്. സോഡിയം സയനൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാനുലാർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാലും വളരെയധികം ടോക്സിക്കാണ്. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. നമ്മുടെ കോശങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയം എന്ന് പറയുന്നത്. ഈ മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ATP അല്ലെങ്കിൽ അതിന് ഊർജ്ജം നൽകുന്ന അല്ലെങ്കിൽ പവർ ഫാക്ടറി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പവർ ഹൗസ് ഓഫ് അവർ സെൽ എന്നറിയപ്പെടുന്ന സാധനമാണ് ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഈ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെയാണ് ശരിക്കും സയനൈഡിൻ്റെ ഈ CN- എന്ന് പറയുന്ന ആ ഒരു അയോൺ അത് ശല്യപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ഇതിനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ടാണ് കാർബണും നൈട്രജനും ചേർന്നിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ചാർജുള്ള അയോൺ ഈ പറയുന്ന പ്രത്യേക എഫക്റ്റ് ഉണ്ടാക്കുന്നത്. എന്താണ് ഇത് ആക്ച്വലി ചെയ്യുന്നത്? ഈ ഓക്സിജൻ, നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്നുള്ള ഓക്സിജനെ കോശങ്ങൾ സെല്ലുലാർ റെസ്പിറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെല്ലിനകത്തേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ഒരു എൻസൈമാണ്. സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്ന് പറഞ്ഞ ഈ എൻസൈമിനകത്തുള്ള അയണുമായിട്ട് ഈ CN- അയോൺ ബോണ്ട് ചെയ്യുകയും ഓക്സിജനെ അത് കൃത്യമായിട്ട് ATP സിന്തസിസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ശരിക്കും ഈ കോശങ്ങൾ നശിച്ചു പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, വളരെയധികം എനർജി ആവശ്യമുള്ള കോശങ്ങളായിട്ടുള്ള ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസ്, ഈ പറയുന്ന കോശങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഇപ്പോൾ കയ്യിലുള്ള എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഉപയോഗിക്കാനായിട്ട് എനർജി ഇല്ലാതെ വരും. അപ്പോൾ ഹൃദയത്തിൻ്റെ കോശങ്ങൾ ക്രമേണ നശിച്ചു പോകും. അങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനുകൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിലാണ് അതിൻ്റെ മരണം സംഭവിക്കുന്നത്. അതായത് ഹൃദയത്തിലെ കോശങ്ങൾ മരിക്കുന്നു, ഹൃദയം വർക്ക് ചെയ്യാതാവുന്നു, അല്ലെങ്കിൽ ബ്രെയിനിലെ കോശങ്ങൾ നശിക്കുന്നു. സാധാരണഗതിയിൽ ശ്വാസം എടുക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ ഹൃദയാഘാതം കൊണ്ട് തന്നെയായിരിക്കും ഈ രോഗി അല്ലെങ്കിൽ ഇത് കഴിച്ച് ഉള്ളിൽ ചെന്ന ആൾ മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എൻ്റെ ടോക്സിക്കോളജി, എൻ്റെ മെക്കാനിസം. ഇത് വളരെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു, പക്ഷേ ഇതുപോലെയല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, മാത്രമല്ല വളരെ ഗഹനമായ വിഷയം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ലീതൽ ഡോസ്, എത്രത്തോളം കഴിച്ചാലാണ് ഈ പറയുന്ന ഒരാൾ മരിച്ചു പോകാൻ പാകത്തിനുള്ള ഡോസ് ആവുന്നതെന്നുള്ളതാണ്.
അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ഒരു ഡോസ്, അല്ലെങ്കിൽ നമ്മൾ ഓറലി അല്ലെങ്കിൽ വായിലൂടെ കഴിക്കുകയാണെങ്കിൽ മറ്റൊരു ഡോസ്, അങ്ങനെ ഓരോ രീതിയിൽ കൂടെ അകത്ത് ചെല്ലുമ്പോഴും ഓരോ ഡോസാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു 70-72 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ഒരു 1/2 ഗ്രാം സാധനം ചെന്നാൽ പോലും അയാൾക്ക് മരണം സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ തവളയിലും മറ്റുമൊക്കെ സയനൈഡ് ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് എത്ര സമയം കൊണ്ടാണ് മരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഈ സയനൈഡിനെ പറ്റി നമ്മൾ മിക്കവാറും ഒക്കെ കേൾക്കുന്നത് ഈ തമിഴ് തീവ്രവാദികൾ കഴുത്തിലുള്ള മാലയിൽ നിന്ന് പൊട്ടാസ്യം സയനൈഡ് പോലീസുകാർ പിടിക്കാറായി എന്ന് പറയുമ്പോൾ എടുത്ത് കഴിക്കുന്നതും, അതുപോലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ടേസ്റ്റ് പരീക്ഷണത്തിനകത്ത് വേണ്ടി ചെയ്യുന്നതും ഒക്കെയാണ്. ഇങ്ങനെ പിടിക്കുന്നവരിൽ എല്ലാവരും ഒന്നും മരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇത് കഴിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരൊക്കെ രക്ഷപ്പെടാറുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്, ഇപ്പോൾ ഇൻഹലേഷൻ ആണെന്നുണ്ടെങ്കിൽ അയാളെ ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ ചില പ്രത്യേകതരം ആൻറ്റിഡോട്ടുകൾ ഈ സയനൈഡ് ടോക്സിസിറ്റിക്ക് വേണ്ടിയിട്ടുണ്ട്, അത് കൊടുക്കുക. വൈറ്റമിൻ B12 പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ആ ഒരു ടോക്സിസിറ്റിയെ കുറയ്ക്കാനും തിരിച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും. രക്ഷപ്പെട്ട് വന്നാലും ചിലപ്പോൾ പാരാലിസിസോ അല്ലെങ്കിൽ ചില പ്രത്യേക കുഴപ്പങ്ങളോ ലിവറോ കിഡ്നിയോ ഒക്കെ നശിച്ചിട്ടായിരിക്കും രക്ഷപ്പെട്ട് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ജീവൻ രക്ഷിച്ച് വരാനുള്ള അത്രയും സമയം ഇതിനിടയിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ടോക്സിസിറ്റി ഇപ്പോൾ ഒരുപാട് ധാരാളം വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പ്രയാസമാണ്. പക്ഷേ എന്നാലും പലരും രക്ഷപ്പെട്ട് വരാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ആദ്യത്തെ കഥയിൽ പറഞ്ഞതുപോലെ കഴിച്ച് തീരുന്നതിന് മുമ്പേ മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയല്ല സയനൈഡിനുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു കാര്യം സൂചിപ്പിച്ചത്. ശ്വാസം വലിക്കുമ്പോൾ സയനൈഡ് ഉള്ളിൽ പോയാൽ നമുക്ക് കാണിക്കാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ ഒന്ന് തലവേദനയാണ്, മറ്റൊന്ന് തലകറക്കം, അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ഒരു തളർച്ച, ക്ഷീണം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുക. ഇതൊക്കെയാണ് ഒരു വളരെ ചെറിയ ഡോസിലാണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യം. ഇനി കൂടുതൽ ഡോസിലാണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ ഒരുപാട് കുറയും, കൺവൽഷനിലേക്ക് പോകും, അതായത് ജന്നി അല്ലെങ്കിൽ ചുഴലി പോലത്തെ ചില കാര്യങ്ങളൊക്കെ കാണിക്കും, ചിലർ വീണ് കോമയിലേക്ക് പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹൈ ഡോസായിട്ട് ഉള്ള ടോക്സിസിറ്റി ഉണ്ടായാൽ സംഭവിക്കുന്നത്. ഇനി എവിടെയൊക്കെയാണ് ഈ സയനൈഡ് ഉള്ളത്? നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മരിച്ചീനിയിലായിരുന്നാലും ആപ്പിളിൻ്റെ കുരുവിനകത്തായിരുന്നാലും ഏപ്രിക്കോട്ടിൻ്റെ നടുക്കുള്ള കല്ലിപ്പുള്ള ഭാഗം, നമ്മൾ കടയിൽ നിന്നൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്ന ഏപ്രിക്കോട്ടിൻ്റെ നടുക്കുള്ള കല്ലിപ്പുള്ള ഭാഗത്തിനകത്ത് ഏപ്രിക്കോട്ട് പിറ്റ് എന്ന് പറയും, അതിനകത്തായിരുന്നാലും ഈ മുളയുടെ നല്ല ടെൻഡറായിട്ട് വരുന്ന ഷൂട്ട്, അതിൻ്റെ ആ തളിര് ഭാഗത്ത് നോക്കിയാലും അവിടെയും സയനൈഡ് ഉണ്ട്. വലിക്കുന്ന സിഗരറ്റിനകത്ത് സയനൈഡ് ഉണ്ട്. ഒരു സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞിട്ട് ആരും കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കാണാറില്ല, പക്ഷേ അതിനകത്ത് സയനൈഡ് ഉണ്ട്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ സയനൈഡ് ഉണ്ട്. ചില ബിൽഡിങ്ങുകളിൽ തീപിടുത്തം നടക്കുമ്പോൾ അതിനകത്തുള്ള വായുവിനകത്ത് സയനൈഡിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും ധാരാളം സയനൈഡിൻ്റെ ടോക്സിസിറ്റി ഉണ്ട്. നമ്മൾ പരിണാമപരമായി തന്നെ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ ചെറിയ അളവിലുള്ള ടോക്സിസിറ്റി ഒന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്പിളിൻ്റെ കുരുവിനകത്തുള്ളതുപോലെയോ അല്ലെങ്കിൽ മരിച്ചീനിലുള്ള ഹൈഡ്രോസൈനിക് ആസിഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞ് ഉടനെ നമ്മൾ മരിക്കാറില്ല. ഇതിൻ്റെയൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ടോക്സിറ്റി, മരിച്ചീനി കഴിക്കുന്നവർക്ക് ഈ കസാവ ടോക്സിസിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാല് വളഞ്ഞ ആളുകളെ പല രാജ്യങ്ങളിലും കാണാൻ പറ്റും. അത് മരിച്ചീനി കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനകത്ത് സയനൈഡ് തന്നെയാണുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്താണ് ഇതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ്? ഇതാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം. ഇതിനെ പറ്റി പറയാനായിട്ട് 2006 ഒരു കഥ പറയുമ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. അതായത് ജൂൺ 17 എറണാകുളത്തുള്ള MP പ്രസാദ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരൻ. ഈ സ്വർണ്ണപ്പണിക്കാർ സാധാരണ സയനൈഡ് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം പാലക്കാട് നിന്നൊരു റൂം എടുത്തു. ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആത്മഹത്യയായിരുന്നു. റൂം എടുത്തതിന് ശേഷം ഇദ്ദേഹം ഒരു വെയിറ്ററിനോട് പറഞ്ഞു, എനിക്കൊരു കുപ്പി മദ്യം വേണമെന്ന് പറഞ്ഞു. വെയിറ്റർ ഒരു കുപ്പി മദ്യം കൊണ്ട് കൊടുത്തു. ഈ മദ്യത്തിനകത്ത് അദ്ദേഹം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ള് സയനൈഡ് ഇട്ടു, പൊട്ടാസ്യം സയനൈഡ് ഇട്ടു. അതിനുശേഷം അദ്ദേഹം സൂയിസൈഡ് നോട്ട് എഴുതാനായിട്ട് എടുത്ത ആ കടലാസും പേനയും എടുത്തിട്ട് ആ പേനയുടെ അറ്റം കൊണ്ട് തന്നെ അതിനെ കലക്കി. അതിനുശേഷം എങ്ങനെയോ ആക്സിഡൻ്റലി അദ്ദേഹത്തിൻ്റെ നാക്കിലേക്ക് വയ്ക്കുകയും അപ്പോൾ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഡോക്ടേഴ്സ് പൊട്ടാസ്യം സയനൈഡ് എന്ന് തുടങ്ങിയ ഒരു നോട്ട്, വളരെ നീണ്ട ഏതാണ്ട് ഒരു 3-4 സെൻറ്റൻസ് വരുന്ന ഒരു നോട്ട് എഴുതി. അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് നാക്കുകളെ എരിവ് കൊണ്ട് നല്ല രീതിയിൽ ബേൺ ചെയ്യിക്കുന്ന ബിറ്ററായിട്ടുള്ള ഒരു ടേസ്റ്റാണ്, അല്ലെങ്കിൽ നല്ല കയ്പടങ്ങിയ ഒരു ടേസ്റ്റാണ് സയനൈഡിന് എന്നുള്ളത്. അപ്പോൾ ഇത്രയും എഴുതി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടി. അതിനോടൊപ്പം തന്നെ പുള്ളി പണ്ടെങ്ങാണ്ടോ വായിച്ചിട്ടുള്ള ഒരു നോവലിൽ ഈ വായിക്കുന്ന ആൾ, നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അതായത് ഇങ്ങനെ തുപ്പൽ തൊട്ട് വായിക്കുമ്പോൾ പേജിൻ്റെ അറ്റത്ത് സയനൈഡ് വെച്ചിരുന്നു, ഓരോ പേജുകളായിട്ട് വായിക്കുന്നു, തുപ്പലിടുന്നു. ഇത് നല്ല രീതിയിൽ ഒരു കൊലപാതകം നടത്താൻ പറ്റിയൊരു സാധനമാണ്, ഇതിനകത്തുനിന്ന് ഒരു ട്രേസ് പോലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഇത്രയും എഴുതിയതിന് ശേഷമാണ് ആ സൂയിസൈഡ് നോട്ടിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് സയനൈഡിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള ബേണിംഗ് സെൻസേഷനുള്ള ഒരു കയ്പ്പ് എന്നുള്ളതാണ്.
ഇനി എന്താണ് ഇതിൻ്റെ മണം? അതെപ്പോഴെങ്കിലും ആലോചിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലരും പറയുന്നത് നല്ല ആൽമണ്ടിൻ്റെ മണമാണ് സയനൈഡിനെന്നാണ്. ശരിക്കും ഇതൊരു ഓർഡർലെസ് ആയിട്ടുള്ള, അത്ര രൂക്ഷമായിട്ടുള്ള ഗന്ധവും മണമൊന്നും നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ബദാമിൻ്റെ മണം കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ബദാമിനകത്ത് സയനൈഡ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപാട് ക്വാണ്ടിറ്റി ബദാം കഴിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബിറ്ററായിട്ടുള്ള ആൽമണ്ട് കഴിക്കുന്നവർക്ക് സയനൈഡ് അകത്ത് ചെല്ലാനുള്ള സാധ്യത എന്തായാലും അകത്ത് പോകുന്നുണ്ട്. പക്ഷേ അത് ടോക്സിക് ആയിട്ടുള്ള അളവിലല്ലെങ്കിലും ചെറിയ ഡോസിലെങ്കിലും സയനൈഡ് ഉള്ളിൽ പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്കൊരു പുതിയ അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് സയനൈഡിൻ്റെ ഏതെങ്കിലും ടോക്സിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായി നിങ്ങളുടെ അടുത്ത് വരുന്നതുവരെ ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.